everyone, it's me Savita Charles from Portugal. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക്. അതും വന്നിരിക്കുന്നത് 40s by 40s ആയിട്ട് ത്രെഡ് കൗണ്ട് ഉള്ള ഒരു കോട്ടൺ ഫാബ്രിക് ആണ്. കുറെ ഗ്യാപ്പിന് ശേഷമാണ് ഞാനിത് കൊണ്ടുവരുന്നത്. നൈറ്റി ഫാബ്രിക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് വെച്ചും കുർത്തിയൊക്കെ ചെയ്യാട്ടോ. നല്ല തിക്ക് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. എന്നാൽ പടപടാന്ന് നിൽക്കുന്ന ഫാബ്രിക്കും അല്ല. നമ്മൾ അധികം ഇത് പറയപ്പെടുന്നത് നൈറ്റി ഫാബ്രിക് എന്നാണ്. പക്ഷെ ഡെയിലി വെയർ ആയിട്ടുള്ള കുർത്തികളോ കോഡ് സെറ്റോ ഒക്കെ ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. 109 രൂപയാണ് 1 മീറ്ററിന് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. കണ്ടു നോക്കാം. 40s by 40s എന്ന് പറയുന്നത് ത്രെഡ് കൗണ്ട് ആണ് കേട്ടോ. ത്രെഡ് കൗണ്ട് താഴോട്ട് വരും തോറും ഫാബ്രിക്കിന്റെ തിക്നെസ് കൂടി വരുന്നു. അതായത് 7 അടുത്തടുത്ത് വരുന്നു. അപ്പൊ ഒട്ടും തന്നെ ട്രാൻസ്പെറന്റ് അല്ല. ലൈനിങ് ഇല്ലാതെ നമുക്ക് ഈ നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ, അങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഫാബ്രിക് തന്നെയാണ്. ഇത് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ടോണിലേക്കാണ് കേട്ടോ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക് ടോൺ ആണ്. അതിനകത്ത് വൺ സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡർ പോകുന്നുണ്ട്. അപ്പൊ നമുക്കിത് സ്ലീവിന്റെ എൻഡിലോ ഇനി കുർത്തി ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ചിന്റെ സൈഡിലൊക്കെ കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നെക്കിന്റെ സൈഡിലൊക്കെ കൊടുക്കാവുന്നതാണ്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈലിലേക്ക് വരുന്നു. മെറ്റർണിറ്റി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ലൊരു ചോയ്സ് ആണ് ഈ ഫാബ്രിക് എന്നുള്ളത്. കാരണം ഇതിനൊട്ടും തന്നെ ലൈനിങ് വേണ്ട. ഞാൻ ക്യാമ്പ്രിക്കും ലൈനിങ് ഇല്ലാതെ ചെയ്യാനാ പറയാറ്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി താഴോട്ട് വരും തോറും, അതായത് തിക്നെസ് ത്രെഡ് കൗണ്ട് താഴോട്ട് വരും തോറും തിക്നെസ് നന്നായിട്ട് കൂടി വരുന്ന ഫാബ്രിക്. എന്നാൽ അങ്ങനെ പടപെടാതെ നിൽക്കൊന്നുമില്ല. പ്യുവർ കോട്ടൺ ആണ്, പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ നമ്മൾ സെയിം ഫാബ്രിക് തന്നെ ഇതിനകത്തേക്ക് പോകുന്നു. ഏതാ ഈ ഇക്കട്ട് സ്റ്റൈലിലേക്ക് പോകുന്നു. ഇതിന്റെയും വൺ സൈഡിനകത്തായിട്ട് പ്രിന്റ് ആണ് ഇക്കട്ട് സ്റ്റൈലിലേക്ക് പോകുന്നത്. ഇക്കട്ട് സ്റ്റൈലിലുള്ള പ്രിന്റിലാണ് ഇത് വന്നിട്ടുള്ളത്. ബ്ലൂ ആണ് കേട്ടോ, കുറച്ച് ബ്രൈറ്റ്നെസ് തോന്നിക്കുന്ന ബ്ലൂ. വൺ സൈഡിനകത്തായിട്ട് ഒരു ബോർഡർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഒരു ഡോട്ട് ഡിസൈൻ ആണ്, ഗ്രീനിനകത്തേക്ക് പോകുന്നു. 40s തന്നെയാണ് ഫാബ്രിക്. 109 രൂപയാണ് 1 മീറ്ററിന് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പൊ നൈറ്റിക്കോ കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഡെയിലി വെയർ ആയിട്ടുള്ള കുർത്തി ചെയ്യാനോ ഒക്കെ നല്ലൊരു ചോയ്സ്. അത് എങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇതിന്റെ 3-4 കളേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഒരു പർപ്പിൾ ടോണിലേക്ക് പോകുന്നു. നല്ല ഡാർക്ക് ആയിട്ടുള്ള പർപ്പിൾ ആണ് കേട്ടോ. എല്ലാം തന്നെ ബ്രൈറ്റ്നെസ് തോന്നിക്കുന്ന കളേഴ്സ് ആണ്. ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഇത് എങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നെക്സ്റ്റ് വൺ സെയിം തന്നെ പിങ്ക് ടോണിലേക്ക് പോകുന്നു. പിങ്കിനകത്തേക്ക് ചെറിയ ഡോട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ്. ഇതിന്റെ എല്ലാം തന്നെ വൺ സൈഡിനകത്തായിട്ട് ഒരു ബോർഡർ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സ്ലീവിന്റെ ഇതിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ തന്നെ. ലാസ്റ്റ് വൺ ഈ ഒരു ഡിസൈനിൽ ബ്ലൂ ആണ്. എല്ലാ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ബ്ലൂ ആണ് 40s വന്നിരിക്കുന്ന ഫാബ്രിക്. ഇത് എങ്ങനെയാണ് ഈ ഒരു കളർ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഒരു ജിയോമെട്രിക്കൽ ഡിസൈൻ ആണ്. ഇതിന്റെ ഫസ്റ്റ് വൺ കാണുന്നത് ഒരു ചോക്ലേറ്റ് ബ്രൗൺ ടോണിലേക്ക് പോകുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈലിലേക്കാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് വൺ ഗ്രീൻ ആണ്. ഗ്രീനിനകത്ത് സെയിം ആ ഒരു പ്രിന്റ് തന്നെ. എല്ലാം ജിയോമെട്രിക്കൽ ഡിസൈൻ ആണ്. ഇത് ഇങ്ങനെ വരുന്നു. എങ്ങനെയാണ് ഇത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നല്ല എലഗന്റ് ആയിട്ടുള്ള കോഡ് സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലൊരു ചോയ്സ് ആണ്. ലാസ്റ്റ് വൺ വേറൊരു ഡിസൈൻ സിഗ്സാഗ് പോലത്തെ അല്ലെങ്കിൽ ഒരു വി ഷേപ്പ് പോലത്തെ ഒരു ഡിസൈനിലേക്കാണ് ഇത് വരുന്നത്. ഇതും പിങ്ക് ടോണിലേക്ക് പോകുന്നു. എല്ലാം തന്നെ 40s ആണ്. 40s ആകുമ്പോൾ അറിയാലോ, തിക്നെസ് ഉള്ള ഫാബ്രിക് തന്നെ. നല്ല ക്വാളിറ്റിയുള്ള ജയ്പൂർ കോട്ടൺ. 109 രൂപയാണ് ഇതിന്റെ ഒക്കെ പ്രൈസ് വന്നിരുന്നത്. ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ടിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. 8891060225 കോൺടാക്ട് ചെയ്യണേ. നമ്മുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.